ഇവരുടെ പേര് അജിത്തെന്നും സുജിത്തെന്നുമാണ്. മൃഗങ്ങളോട് ദയുള്ള ഒരു വ്യക്തി ഇവരെ രക്ഷിച്ച് നമ്മുടെ സ്ഥാപനത്തിലോട്ട് കൊണ്ടുവന്നത്. ഷെഫിന് തൊപ്പിയില്ല, പകരം ഈ തൊപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. കുക്ക് ചെയ്യാൻ വേണ്ടത് 2 പാത്രം, ഒരു കുക്കർ, ഈ സാധനം. ഇനി കുക്ക് ചെയ്യാൻ വേണ്ടത് അജിത്ത്, പിന്നെ 65 സൈസിൽ മേടിച്ച് കഷ്ണങ്ങളാക്കിയ അജിത്ത് കഴുകി വൃത്തിയാക്കിയത് 1 കിലോ. ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ. അജിത്തിന് ഇങ്ങനെ ഇരുന്ന ഒരു ശരിയില്ല അല്ലേ, അല്പം മേക്കപ്പ് ഒക്കെ ആവാം. മാരിനേഷൻ. അജിത്ത് മോനെ ചക്കര എരിയുന്നുണ്ടോടാ? ഞാൻ കടയിൽ പോയി ചോദിച്ചു അജിത്ത് കട്ട് ചെയ്ത് കിട്ടാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയും ഇവിടെ അജിത്തില്ല, കോഴി മാത്രമേ ഉള്ളൂ. ഒരുമാതിരി അജിത്തിനെ അലമ്പാക്കി അവർ. എന്താ ചെയ്യാ, സാറില്ല, ഇവനെ നമുക്കിങ്ങനെ ഓരോ പീസാക്കി ഇട്ട് കൊടുക്കാം. കക്കടൂന് ഞാൻ എന്താ ഉണ്ടാക്കി തരുന്നറിയോ? എന്താന്ന് പറ. ഇവിടെ വാ. അജിത്ത് കോഴിയല്ല, അജിത്ത് ബിരിയാണി. അജിത്ത് നല്ല സ്വീറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു സാധാ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് അയ്യോ, നമ്മൾ ഈ ഒരു ഗ്ലാസ് അരി എടുത്ത്, അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം. അജിത്ത് പിണങ്ങാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ലെമൺ. അരി ഇടാം, പക്ഷെ അതിനു മുമ്പായി അജിത്ത് ഇവിടെ കരിയുന്നത്. ഇങ്ങോട്ട് വാ, അജിത്ത് കരിയുന്നു. അജിത്തിന് പതുക്കെ സൂക്ഷിച്ച് മറിച്ചിടണം കേട്ടോ, ഇല്ലെങ്കിൽ അജിത്ത് പിണങ്ങും. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്വന്തം അജിത്തിനെ കമന്റ് ചെയ്ത് മെൻഷൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ അജിത്ത് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അജിത്ത് ഇവിടെ ഒരു ബിരിയാണി പരുവത്തിൽ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്ക് പതുക്കെ ഒരു സ്ട്രെയിനറിലേക്ക് കോരിയെടുക്കാം. നോവുന്നുണ്ടോ അജിത്ത്? നോവണ്ട കേട്ടോ. അയ്യോടാ പാവട്ടോ ശങ്കുര്. ഇനി നമുക്ക് വേണ്ടത് അജിത്ത് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ മസാല. അപ്പം മസാല തയ്യാറാക്കാൻ വേണ്ടത് ഇത്രയും വെജിറ്റബിൾ ആണ്. ഇതെല്ലാം കൂടെ ഒന്ന് 1 by 1 ആയി ഇതിലേക്ക് ഇട്ടങ്ങ് കൊടുക്കാം. അങ്ങനെ അജിത്ത് ബിരിയാണിക്ക് വേണ്ട മസാല ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അജിത്തിന് ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്, അതുകൊണ്ട് കുരുമുളക് പൊടി. ഇനി അജിത്തിന് വല്ല വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി മഞ്ഞൾപ്പൊടി. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ മസാല ഈസ് ഗെറ്റിംഗ് റെഡി ഹിയർ. അങ്ങനെ ഗൈസ്, നമ്മുടെ അജിത്ത് ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോറ് എടുത്തിട്ട് ഈ